ഹലോ ഫ്രണ്ട്സ്, മൈസെൽഫ് റിനോ മറിയം. നമ്മൾ യു പി സി പ്രിപ്പറേഷനെ കുറിച്ച് പറയുമ്പോൾ യു പി സി പ്രിപ്പറേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ജോഗ്രഫി എന്ന് പറയുന്നത്. ജോഗ്രഫി എന്ന സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് പ്രിലിംസിലും മെയിൻസിലും ഒരുപോലെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ലാസ്റ്റ് ഒരു 3 years ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ മോർ ദാൻ 15 ക്വസ്റ്റ്യൻസ് ജോഗ്രഫിയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. 2023 ക്വസ്റ്റ്യൻ പേപ്പറിലാണെങ്കിൽ അറൗണ്ട് 20 ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ ലാസ്റ്റ് ഇയർ 2024 പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പറിലാണെങ്കിൽ അറൗണ്ട് 17 ക്വസ്റ്റ്യൻസ് ആണ് ജോഗ്രഫിയിൽ നിന്ന് വന്നിട്ടുള്ളത്. ലാസ്റ്റ് ഇയർ നടന്ന പ്രിലിംസിൽ ജോഗ്രഫിയിൽ നിന്ന് വന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മുടെ NCERT ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എല്ലാം തന്നെ കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ജോഗ്രഫി പഠിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഉള്ള ഒരു സ്റ്റുഡൻറ്റിന് സുഖമായിട്ട് ക്രാക്ക് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു 17 ക്വസ്റ്റ്യൻസ്. പക്ഷേ 2023 കേസ് പറയുമ്പോൾ ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫായിരുന്നു. കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കൺവെൻഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമല്ല ലോജിക്കൽ ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. അപ്പോൾ പ്രിലിംസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ബിറ്റ്വീൻ 15 and 20 അതിനിടയിലാണ് ജോഗ്രഫി ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ്. അതായത് അറൗണ്ട് ഒരു 30 to 40 മാർക്കിന് നമുക്ക് ജോഗ്രഫിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. ഇനി മെയിൻസിലോട്ട് വരികയാണെങ്കിൽ ജോഗ്രഫി വരിക GS 1 GS 1 കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഹിസ്റ്ററി, സൊസൈറ്റി, അതുപോലെ തന്നെ നമ്മുടെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് വേൾഡ് ഹിസ്റ്ററി, മോഡേൺ ഇന്ത്യ, ഇതിൻ്റെയൊക്കെ കൂടെയാണ് GS 1 ജോഗ്രഫി വരിക. പക്ഷേ ജോഗ്രഫിയിൽ നിന്ന് അറൗണ്ട് 6 to 7 ക്വസ്റ്റ്യൻ, ഒരു 6-7 ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ എല്ലാ വർഷവും പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് ജോഗ്രഫിയിൽ നിന്ന് ഏകദേശം എത്ര ക്വസ്റ്റ്യൻ ആണ് പ്രിലിംസ് ആൻഡ് മെയിൻസിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. അത് തന്നെയാണ് ജോഗ്രഫി എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസും UPSC-യിൽ. ഇനി ജോഗ്രഫി എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മൾ മെയിനായിട്ട് രണ്ടായിട്ട് അതിരിച്ചിരിക്കുന്നത്. ഒന്ന് ഫണ്ടമെന്റൽസ് ഓഫ് ഫിസിക്കൽ ജോഗ്രഫി, 2 ഇന്ത്യൻ ജോഗ്രഫി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫണ്ടമെന്റൽസ് ഓഫ് ജോഗ്രഫിയാണ് പഠിക്കുക. ആ ഫണ്ടമെന്റൽസ് ഓഫ് ജോഗ്രഫി കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയിലോട്ട് പോവുക. ശരിക്കും പറഞ്ഞാൽ ഫണ്ടമെന്റൽസ് ഓഫ് ജോഗ്രഫിയുടെ ഒരു ആപ്ലിക്കേഷനാണ് ഇന്ത്യൻ ജോഗ്രഫി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതുകൂടാതെ 2 ജോഗ്രഫി ഡിസിപ്ലിൻസും കൂടെയുണ്ട്. ഒന്ന് എക്കണോമിക് ജോഗ്രഫി അഥവാ റിസോഴ്സ് ജോഗ്രഫി എന്ന് പറയും. അതിൽ നമ്മൾ മിനറൽസ്, ഇൻഡസ്ട്രി, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുക. ദെൻ ഹ്യൂമൻ ജോഗ്രഫി എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട്. അതിൽ നമ്മൾ പോപ്പുലേഷൻ, ഡെമോഗ്രഫിക് ഡിഫറൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഈ 4 ഡിസിപ്ലിൻസ് ഓഫ് ജോഗ്രഫി, അതായത് ഫണ്ടമെന്റൽസ് ഓഫ് ഫിസിക്കൽ ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, റിസോഴ്സ് ജോഗ്രഫി, ഹ്യൂമൻ ജോഗ്രഫി, ഈ 4 ജോഗ്രഫി ഡിസിപ്ലിൻസ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത് എവിടെ നിന്നാണ്? ഓഫ് കോഴ്സ് നമുക്ക് പറയാൻ പറ്റും ഫണ്ടമെന്റൽസ് ഓഫ് ഫിസിക്കൽ ജോഗ്രഫിയിൽ നിന്നും ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക. അതിൽ തന്നെ നമ്മൾ ഫണ്ടമെന്റൽസ് ഓഫ് ഫിസിക്കൽ ജോഗ്രഫീനെ വീണ്ടും തിരിച്ചിട്ടുണ്ട്. അതായത് ബേസിക് ഫിനോമിന ആൻഡ് ജോഗ്രഫി, അതായത് വോൾക്കാനിസം, എർത്ത് പോലുള്ള കാര്യങ്ങൾ, തിയറീസ് ഇൻ ജോഗ്രഫി, ദെൻ ജിയോമോർഫോളജി എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട്. അതിലാണ് നമ്മൾ ലാൻഡ് ഫോംസ് പഠിക്കുക. ദെൻ ക്ലൈമറ്റോളജി, അതിലാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് പഠിക്കുക. ഫൈനലി ഓഷ്യനോഗ്രഫി. ഇത്രയും കാര്യങ്ങൾ ചേരുന്നതാണ് ഫണ്ടമെന്റൽസ് ഓഫ് ഫിസിക്കൽ ജോഗ്രഫി. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഭാഗമാണ് ക്ലൈമറ്റോളജി. കഴിഞ്ഞ ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ഭാഗമാണ് ക്ലൈമറ്റോളജി. അതുപോലെ തന്നെ ഫിസിക്കൽ ജോഗ്രഫിയിൽ പഠിക്കാൻ ഏറ്റവും ടഫായിട്ടുള്ള ഭാഗവും അത് തന്നെയാണ്. ഇനി ഇന്ത്യൻ ജോഗ്രഫിയിലോട്ട് വരികയാണെങ്കിൽ ഇന്ത്യൻ ജോഗ്രഫിനെ നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്നത് ഫിസിക്കൽ ഡിവിഷൻസ് ഓഫ് ഇന്ത്യ. അതിൽ ഇന്ത്യയുടെ 6 ഫിസിക്കൽ ഡിവിഷൻസ്: ഹിമാലയ, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ്, പെനിൻസുലാർ പ്ലേറ്റ്യൂ, കോസ്റ്റൽ പ്ലെയിൻ, ഡെസേർട്ട്, ഐലൻഡ്, ഇത്രയും ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നമ്മൾ റിവർ സിസ്റ്റംസ് ഇൻ ഇന്ത്യ അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ദെൻ മൺസൂൺ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ അഗ്രികൾച്ചർ, അതിൽ സോയിൽസ് ആൻഡ് ക്രോപ്പിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇത്രയും ടോപ്പിക്സിൽ ഇന്ത്യൻ ജോഗ്രഫിയിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ടോപ്പിക് എന്ന് പറയുന്നത് റിവർ സിസ്റ്റമാണ് പ്രിലിംസിൽ. പക്ഷെ മെയിൻസിലോട്ട് വരുമ്പോൾ ഫിസിക്കൽ ഡിവിഷൻസിനാണ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ്. പിന്നെ മൺസൂണിനും ഫിസിക്കൽ ഡിവിഷൻസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് വരിക. അതുപോലെ അഗ്രികൾച്ചർ സംബന്ധിച്ച് ക്വസ്റ്റ്യൻസും വരാറുണ്ട്. ഇനി റിസോഴ്സ് ജോഗ്രഫിയിലോട്ട് വരുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് UPSC ചോദിക്കാറുണ്ട്.
എസ്പെഷ്യലി മെയിൻസിൽ. റിസോഴ്സ് ജോഗ്രഫിക്ക് പ്രിലിംസിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് വരിക മെയിൻസിലോട്ട് വരുമ്പോഴാണ്. മെയിൻസിൽ എല്ലാ മെയിൻസ് ക്വസ്റ്റ്യൻ പേപ്പറിലും റിസോഴ്സ് ജോഗ്രഫി ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. മോസ്റ്റ് പ്രോബബ്ലി ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ട്രെൻഡ് എന്ന് പറയുന്നത് റിന്യൂവബിൾ എനർജി റിസോഴ്സസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എസ്പെഷ്യലി സോളാർ എനർജി, വിൻഡ് എനർജി, ടൈഡൽ എനർജി പോലുള്ള റിന്യൂവബിൾ സോഴ്സസ്. ചില സമയത്ത് ഇന്ത്യയുടെ ഓരോ ഫിസിക്കൽ ഡിവിഷൻസിൻ്റെയും റിസോഴ്സ് പൊട്ടൻഷ്യൽ ചോദിക്കാറുണ്ട്. അതുമല്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് കറണ്ട് അഫയേഴ്സിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട റിസോഴ്സിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തോറിയം ന്യൂസിൽ വരുന്നതാ. അപ്പോൾ എന്താണ് തോറിയത്തിൻ്റെ ഇമ്പോർട്ടൻസ്, എന്താണ് തോറിയത്തിൻ്റെ സിഗ്നിഫിക്കൻസ്, അതുപോലെ തന്നെ വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഇന്ത്യ, അതുപോലെ തന്നെ വാട്ട് ആർ ദ ഹഡിൽസ് ഓർ വാട്ട് ആർ ദ പ്രോബ്ലംസ് ഇന്ത്യ ഈസ് ഫേസിങ് ഇൻ എക്സ്പ്ലോറിങ് ദിസ് പർട്ടിക്കുലർ മിനറൽ. ഓക്കെ, ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ റിസോഴ്സ് ജോഗ്രഫി നോക്കുമ്പോൾ നമ്മൾ റിന്യൂവബിൾ റിസോഴ്സസ് ഫോക്കസ് ചെയ്യണം. ദ റിസോഴ്സസ് വിച്ച് കംസ് ഇൻ അവർ ന്യൂസ് പേപ്പർ അത് നമ്മൾ ഫോക്കസ് ചെയ്യണം. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൺവെൻഷണൽ റിസോഴ്സസ് ആയ കോള്, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്. ഇതിനെക്കുറിച്ചും UPSC ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണ് ഈ ഫിസിക്കൽ ജോഗ്രഫിയും അതുപോലെ തന്നെ ഇന്ത്യൻ ജോഗ്രഫിയും റിസോഴ്സ് ജോഗ്രഫിയൊക്കെ വരുന്നത്, എന്തൊക്കെ ടോപ്പിക്സ് ആണ് അതിൻ്റെ ഉള്ളിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് എന്നൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി സോഴ്സ് എന്താണ്, നമ്മൾ എവിടെ നിന്നാണ് ജോഗ്രഫി പഠിക്കുക? നമ്മൾ UPSC പർപ്പസിന് വേണ്ടി ജോഗ്രഫി പഠിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ബുക്ക് എന്ന് പറയുന്നത് +1 ഫണ്ടമെന്റൽസ് ഓഫ് ഫിസിക്കൽ ജോഗ്രഫി എന്ന് പറയുന്ന ബുക്കും +1 തന്നെ ഇന്ത്യ ഫിസിക്കൽ എൻവയോൺമെന്റ് എന്ന് പറയുന്ന ബുക്കുമാണ്. സത്യം പറഞ്ഞാൽ 6th സ്റ്റാൻഡേർഡ് തുടങ്ങി 12th സ്റ്റാൻഡേർഡ് വരെയുള്ള NCERTs ആണ് നമ്മൾ UPSCക്ക് ജോഗ്രഫി പ്രിപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുക. അതിനു പുറമെ വേണമെങ്കിൽ ഒരു റെഫറൻസിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ GC ലിയോൺ അഥവാ ഗോച്ചൻ ലിയോൺ എന്ന് പറയുന്ന ബുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ NCERT ഡിപ്പെൻഡ് ചെയ്ത് പഠിക്കാനാണ് നമ്മൾ പൊതുവെ പറയുക. അതിൽ തന്നെ +1 2 NCERTക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് പറയും. പിന്നെ കറണ്ട് അഫയേഴ്സ് ട്രാക്ക് ചെയ്യണം പ്രോപ്പറായിട്ട്. ഇത് കൂടാതെ പ്രിലിംസിന് വേണ്ടി നിങ്ങളുടെ കയ്യിൽ ഒരു അറ്റ്ലസ് വേണം. നിങ്ങൾ എന്ത് പഠിച്ചാലും അറ്റ്ലസ് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ റിസോഴ്സ് മെറ്റീരിയൽ. 6th തുടങ്ങി 12th വരെയുള്ള NCERT. അതിൽ തന്നെ +1 2 NCERTസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. +1 2 NCERTs എന്ന് പറയുമ്പോൾ ഒന്ന് ഫണ്ടമെന്റൽസ് ഓഫ് ഫിസിക്കൽ ജോഗ്രഫി, 2 ഇന്ത്യൻ ജോഗ്രഫി. +2 2 ടെക്സ്റ്റ് ബുക്കുകളുണ്ട്, റിസോഴ്സ് ജോഗ്രഫിയും ഹ്യൂമൻ ജോഗ്രഫിയും. അത് ഒരു ആഡഡ് അഡ്വാൻറ്റേജാണ്. റെഫറൻസിന് വേണ്ടി നിങ്ങൾക്ക് GC ലിയോൺ എന്ന ബുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതിന് പുറമെ ഒരു ഫർദർ റെഫറൻസ് വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ ഒരുപാട് മെറ്റീരിയൽസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാൻ പൊതുവേ പറയുക, ഒരുപാട് നമ്മൾ കാട് കയറി പോകേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഒരുപാട് വാസ്റ്റ് റിസർച്ചിൻ്റെ ആവശ്യമില്ല. ആക്ച്വലി UPSC യൂഷ്വലി ആസ്ക് ക്വസ്റ്റ്യൻ ഫ്രം ദിസ് NCERT. So if you are studying NCERT thoroughly, it is enough. ഓക്കെ, അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന NCERT നന്നായി അറിഞ്ഞിരിക്കണമെന്ന്. പിന്നെ വേണമെങ്കിൽ ഫർദർ റെഫറൻസിന് വേണ്ടി നമുക്ക് ഓൺലൈൻ വെബ്സൈറ്റുകൾ യൂസ് ചെയ്യാവുന്നതാണ്. സോ ഐ തിങ്ക് ജോഗ്രഫി ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് ഇൻ UPSC. നിങ്ങൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ജോഗ്രഫി. ബട്ട് ജോഗ്രഫി ഈസ് ഹൈലി കോൺസെപ്ച്വൽ ക്ലാരിറ്റി ആവശ്യമാണ്. കോൺസെപ്റ്റ് ക്ലിയർ ആക്കി പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ജോഗ്രഫി പഠനം വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ജോഗ്രഫിനെ കുറിച്ച് കിട്ടിയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.